പകർച്ചവ്യാധി വ്യാപന ഭീഷണി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയ കോളറയാണ് കേരളത്തിലെ പുതിയ ആശങ്ക. കഴിഞ്ഞ 6 മാസത്തിനിടെ 9 പേർക്കാണ് കോളറ പിടിപെട്ടത്. തിരുവനന്തപുരത്ത് ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസിയായ 11കാരന് കോളറ സ്ഥിരീകരിച്ചതോടെ രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പ് മുൻകരുതലെടുത്തിരിക്കുകയാണ്. 1883 മൈക്രോബയോളജി ശാസ്ത്രശാഖയുടെ പിതാവായി അറിയപ്പെടുന്ന റോബർട്ട് കോച്ച് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് കോളറ ബാക്ടീരിയ കണ്ടെത്തിയത്. 1816 മുതൽ 1826 വരെയുള്ള കാലത്താണ് രോഗം എല്ലായിടത്തും പടരാൻ തുടങ്ങിയത്. 1820 ബംഗാളിലാണ് ഇന്ത്യയിൽ ആദ്യമായി കോളറ റിപ്പോർട്ട് ചെയ്തത്. ആയിരക്കണക്കിന് ഇന്ത്യൻ ബ്രിട്ടീഷ് പട്ടാളക്കാരാണ് അന്ന് രോഗം മൂലം മരിച്ചത്. മലിനജലത്തിലൂടെ പരക്കുന്ന വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണം. ശരീരത്തിലെ ജലാംശം ഛർദിയും അതിസാരവും മൂലം നഷ്ടപ്പെട്ട് ചെറുകുടൽ ചുരുങ്ങുന്ന രോഗമാണിത്. മഴക്കാലമായതിനാൽ ശൗചാലയങ്ങളിലെ വെള്ളം കുടിവെള്ളത്തിലും ആഹാരപദാർത്ഥങ്ങളിലും കലരാൻ സാധ്യതയുണ്ട്. മലിനജലം കനാലുകളിലൂടെ പോകുന്ന കുടിവെള്ള പൈപ്പുകളുടെ ചോർച്ചയിലൂടെയും കോളറ ബാക്ടീരിയ കുടിവെള്ളത്തിലെത്താം. ഛർദി, വയറിളക്കം, കാലുകൾക്ക് ബലക്ഷയം, തളർച്ച, പിളർച്ച, മൂത്രമില്ലായ്മ, തൊലിയും വായയും ചുക്കിച്ചുളിയുക, കണ്ണീരില്ലാത്ത അവസ്ഥ, കുഴിഞ്ഞ കണ്ണുകൾ എന്നിവയാണ് കോളറയുടെ പ്രധാന ലക്ഷണങ്ങൾ. കോളറ ബാധിച്ച വ്യക്തിയുടെ ചെറുകുടലും മാംസപേശികളും ചുരുങ്ങാനും ശരീരത്തിൽ നിന്ന് അമിതമായി ജലാംശം നഷ്ടപ്പെടാനും നാഡീമിടിപ്പ് വർദ്ധിക്കാനും ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കാതെ പുറത്തുവരാനും സാധ്യതയുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക, പ്രതിരോധ വാക്സിനുകളായ ഡ്യൂക്കറോൾ, ഷാൻചോൾ എന്നിവ ഉപയോഗിക്കുക. ഇതാണ് കോളറയെ തടയാനുള്ള പ്രധാന പോംവഴി. കുടിവെള്ളം മലിനമായാൽ കോളറ ഉറപ്പാണ്. തീരദേശ ജലാശയങ്ങളിലാണ് കോളറ സാധാരണയായി കണ്ടുവരുന്നത്. ചെമ്മീൻ, കൊഞ്ച് എന്നിവയിലെല്ലാം വിബ്രിയോ കോളറെ ഉണ്ടാകും. കഴുകാതെയും വേവിക്കാതെയും വൃത്തിയില്ലാതെയും സമുദ്ര വിഭവങ്ങൾ കഴിക്കുമ്പോൾ കോളറ ശരീരത്തിലെത്തും. ചെമ്മീനും ഞണ്ടും കക്കയിറച്ചിയും ശരിയായി പാകം ചെയ്യാതെ കഴിക്കുന്നതും കോളറയ്ക്ക് കാരണമാകും. O രക്തഗ്രൂപ്പുകാരെയാണ് കൂടുതലായി രോഗം ബാധിക്കുന്നതെന്നാണ് നിഗമനം.